നിങ്ങൾക്കറിയാം, ഞാനൊരു ഓർഫണേജിൽ നിന്ന് വന്നവനാണ്. ഈ ഓർഫണേജിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന തത്ത, അവൻ ഇങ്ങനെയുള്ള അതെ കൊച്ചു കൊച്ചു പക്ഷികൾ, ഇവയൊക്കെ പിടിച്ചു കൂട്ടിനകത്ത് വർഷങ്ങളോളം ഇട്ട് അടച്ചിട്ട് ആഹാരം കൊടുത്ത് അതിനെ ഇണക്കി അങ്ങനെ അങ്ങ് വളർത്തിക്കഴിഞ്ഞാൽ ഇതിനെ പിന്നെ കൂട് തുറന്ന് പുറത്ത് വിട്ടിട്ട് ഇതിന് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതുപോലായിരുന്നു എൻ്റെ ലൈഫ്. ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ കൂട്ടുകാരില്ല, നാട്ടുകാരില്ല, എന്തിന് എൻ്റെ പേര് പറഞ്ഞാൽ എൻ്റെ വീട്ടിനടുത്ത് പോലും ആർക്കും എന്നെ അറിയത്തില്ല. നോക്ക്, അങ്ങനെ ഞാൻ പുറത്തേക്ക് വരുവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ എന്നെ കണ്ടിട്ട് പറയൂ, ഒരു വലിയ പ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞു, അതെ എടാ മോനെ, അതെ നീ 30 വയസ്സാകുമ്പോൾ ഇങ്ങനെ പോയാൽ പെയിന്റ് അടിക്കാൻ പോകേണ്ടി വരും. അദ്ദേഹം നോക്കിയപ്പോൾ യവൻ രക്ഷപ്പെടാൻ സാധ്യത ഇല്ലാത്തവനാണ്. വളർത്തേണ്ടവർ തളർത്തുമ്പോൾ ഭാരപ്പെടരുത്. കാര്യം മനുഷ്യൻ പറയുന്നതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയല്ല. ഞാൻ വീണ്ടും പറയുന്നു, വളർത്തേണ്ടവർ വാക്കുകൊണ്ട് വെട്ടി വീഴ്ത്തുമ്പം ഭാരപ്പെടരുത്. ഓർത്തോളണം, പല ശാഖകളായി നീ മുളയ്ക്കേണ്ടി വരും. എന്നോട് പറഞ്ഞു, എടാ മോനെ, നീ 30 വയസ്സാകുമ്പോൾ പെയിന്റും ബ്രഷും എടുത്ത് പെയിന്റ് അടിക്കാൻ പോകും. അന്നും എന്നെ പിടിച്ച് നടത്താൻ, അവൻ കരത്തിൽ നല്ല വഴി കാട്ടിത്തരാൻ ഒരു പാസ്റ്റർ എൻ്റെ കൂടെ ഇല്ല, ഒരു ലീഡർ എൻ്റെ കൂടെ ഇല്ല. പക്ഷെ ഇന്ന് ഞാൻ അറിയുന്നു, ഞാൻ ആത്മാവിന് വിധേയപ്പെട്ടു കൊടുത്തപ്പോൾ എൻ്റെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലായിരുന്നു. അവൻ എങ്ങോട്ട് ഞാൻ പോകണമെന്ന്, എവിടെ നീ നിൽക്കണമെന്ന്, ഏത് വേദിയിൽ നീ കയറണമെന്ന്, ഏത് സമയം വരുമ്പോൾ നിന്നെ ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് അറിയാം. ദൈവമൈതലേ, ആത്മാവിന് നീ വിധേയപ്പെട്ടാൽ, ആത്മാവിൽ നിന്നെ എറിഞ്ഞു കൊടുത്ത മനുഷ്യൻ പറയുന്നത് ഒന്നും നിന്റെ ജീവിതത്തിൽ നടക്കുകയല്ല. ദൈവം എന്തു പറയുന്നുവോ ഈ വർഷം ദൈവകരങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്ക. അദ്ദേഹം വാസ്തവത്തിൽ പ്രവചിച്ച് പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ സാഹചര്യം കണ്ടു പറഞ്ഞതാ. ശരിയാ, വാസ്തവത്തിൽ ആർക്കും അങ്ങനെ പറയാം. കാര്യം ഇവൻ ഇങ്ങനെ പോയാൽ അവൻ പെയിന്റ് അടിക്കും, ദൈവത്തിലേക്ക് വിട്ട് പെയിന്റ് അടിക്കാൻ പോകട്ടെ. കാര്യം അങ്ങനെ ആയിരുന്നു ജീവിതം. പക്ഷെ ഇന്ന് ഞാൻ പറയട്ടെ, അതെ വാക്കുകൊണ്ട് വളർത്തേണ്ടവർ തളർത്തുമ്പോൾ ഭാരപ്പെടരുത്. എല്ലാവർക്കും ആ കാഴ്ചപ്പാടുണ്ടായിരിക്കണമെന്നില്ല. ഈ സഭയിലെ ഓരോ വ്യക്തികളെ നോക്കി ഞാൻ പറയുന്നു, നിങ്ങളുടെ മുൻപിൽ ഒരുവൻ മുറിവേറ്റ് വന്നാൽ അവന്റെ മുറിവിൽ മുളകരച്ച് വെക്കരുത്. അവന്റെ മുറിവിൽ എണ്ണയും വീഞ്ഞും വെച്ച് കെട്ടുന്നവരായിരിക്കണം നിങ്ങൾ. ഹേയ് സഭയെ കേൾക്ക, നിങ്ങളുടെ മുൻപിൽ ജാതി ഏതോ ആകട്ടെ, മതമേതോ ആകട്ടെ, ഏത് വർഗവും വർണ്ണവും നിറവും ഏതോ ആകട്ടെ, നിങ്ങളുടെ മുൻപിൽ ഒരുവൻ തകർന്നു വന്നോ, അവന്റെ മുറിവിൽ മുള വരച്ച് വെക്കരുത്. അവന്റെ മുറിവിൽ എണ്ണയും വീഞ്ഞും പകർന്ന് നസ്രായന്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. ഇന്ന് പകലിൽ ഞാൻ പറയുന്നു, അങ്ങനെ ഒരു നിയോഗം നിങ്ങളുടെ തലമേൽ കിടക്കുകയാണ്. യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാം. ഒരു ഭയങ്കര ദൗത്യം